ചെസ് ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു മനോഹരമായ കിടിലൻ സാക്രിഫൈസുകൾ അറിഞ്ഞ ഒരു ഗെയിം കണ്ടാലോ. അപ്പോൾ ഈ ഗെയിമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേവറേറ്റ് അറ്റാക്കിംഗ് പ്ലെയർ ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. ചിലർ ടാൽ എന്ന് പറയും, ചിലർ ആലക്കൈൻ എന്ന് പറയും, ചിലർ കാസ്പ്രവ് എന്ന് പറയും, മറ്റു ചിലർ വേറെ ചില പേരുകളൊക്കെ പറയും. നക്കമുറ എന്നും കേൾക്കാറുണ്ട്. ഒരുപാട് അറ്റാക്കിംഗ് പ്ലെയേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഗെയിം ഒരു ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ ഗെയിം അല്ല. പകരം ഒരു 2-5-2 റേറ്റിംഗ് ഉള്ള ലൂ മിയാവി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കളിച്ച ഒരു കിടിലൻ ഗെയിമാണ്. ഇവിടെ ലൂ മിയാവിയാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. ബ്ലാക്ക് കളിക്കുന്നത് ഇവിടെ ആൻഡ്രിയ സ്റ്റെല്ല എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. അപ്പോൾ ഗെയിം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്ന ഇവിടെ ലൂ മിയാവി തുടങ്ങുന്നത് പോൺ ടു ഇ ഫോർ വെച്ച് തുടങ്ങുന്നു. ഇ6 അപ്പോൾ ഫ്രഞ്ച് ഡിഫൻസ് ആണ്. ഡി4 ഡി5 നൈറ്റ് സി3. അപ്പോൾ ഇത് ഫ്രഞ്ച് ഡിഫൻസിൻ്റെ നോർമൽ വേരിയേഷൻ ആണ്. നൈറ്റ് എഫ്6 കളിച്ച് ഈ ഒരു പോണിലേക്ക് അഡീഷണൽ ഇവിടെ ത്രെട്ട് കൊടുക്കുന്നു. പോൺ ഇ5 നൈറ്റ് ഡി7 എഫ്4. അപ്പോൾ നല്ലൊരു സ്ട്രോങ് സെൻറ്റർ ഇവിടെ വൈറ്റിനുണ്ട്. ഇനി ഐഡിയ നൈറ്റിനെ എഫ്3യിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതുപോലത്തെ ചെക്സ് വരും, ക്യൂവിന് ഇവിടേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഐഡിയ. സി5 കളിച്ച് സെൻറ്റർ തുറക്കാൻ നോക്കണം. നൈറ്റ് എഫ്3 നൈറ്റ് സി6 ബിഷപ്പ് ഇ3 എ6 കളിക്കുന്നു. അപ്പോൾ ഐഡിയ എന്താണ്? ബി5 കളിച്ച് ഇവിടെ പുഷ് ചെയ്ത് ക്യൂൻ സൈഡിൽ സ്പേസ് കൊണ്ടുവരിക. നൈറ്റ് ഇ2 ഇത് അത്ര കോമൺ മൂവ് അല്ല. അതിന് പകരം കളിക്കാറുള്ള മോസ്റ്റ് കോമൺ മൂവ്സ് ക്യൂൺ ഡി2 അല്ലെങ്കിൽ ബിഷപ്പിനെ ഇവിടെ ഇ2യിലേക്ക് കളിക്കുകയൊക്കെയാണ്. പക്ഷെ ഇവിടെ കളിക്കുന്നത് നൈറ്റ് ഇ2 ആണ്. ഇത് അധികം ഗെയിംസ് കളിച്ചിട്ടില്ല. ക്യൂൻ ബി6 അപ്പോൾ ത്രെട്ട് എവിടെയാണ്? ഈ ഒരു പോണിലേക്കാണ് അറ്റാക്ക്. ഇവിടെ കളിക്കുന്നു ക്യൂൻ സി1. അപ്പോൾ ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞു. ബിഷപ്പ് ഇ7 സി3. അപ്പോൾ ഇനിയിപ്പോൾ സെൻറ്റർ വളരെ സ്ട്രോങ് ആണ്. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. H4 അപ്പോൾ പണി തുടങ്ങി. വൈറ്റ് പ്ലെയർ ഇവിടെ പണി തുടങ്ങി, അറ്റാക്ക് തുടങ്ങുകയാണ്. H4 H5 ആണ് ഐഡിയ. പോൺ ടു F6 അപ്പോൾ ബ്ലാക്ക് പ്ലെയറിൻ്റെ ഐഡിയ ഇപ്പോൾ ഇതിനെ വെട്ടുക, തിരിച്ചു വെട്ടി ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആക്കുക. ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. പോൺ H5 അപ്പോൾ ഇനി അനുവദിച്ചു കഴിഞ്ഞാൽ പോൺ ടു H6 ഒക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പോൺ H6 ഇവിടെ ബ്ലാക്ക് തന്നെ കളിക്കുന്നത്. റൂക്ക് H3 മറ്റൊരു കിടിലൻ മൂവ്. റൂക്ക് H3 കളിച്ചിട്ട് റൂക്കിന് G3യിലേക്ക് കൊണ്ടുവന്ന് ഈ കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്യാനാണ് ഇവിടെ വൈറ്റ് പ്ലെയറിൻ്റെ ഐഡിയ. റൂക്ക് F7 അപ്പോൾ കിങ്ങിനൊരു ചെറിയ പ്രൊട്ടക്ഷനും. റൂക്ക് G3 ഇപ്പോൾ G7 പ്രൊട്ടക്ഷനായിട്ട് ഈ റൂക്ക് ഉണ്ട്. ക്യൂവിനെ A5 കളിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഈ പോൺ വെച്ച് ഈ പോണിനെ എടുക്കാനാണ്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലേക്കുള്ള കൂടുതൽ അറ്റാക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പോണിന് ഇവിടെ ഗാർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ക്യൂവിനും കിങ്ങും ലൈൻഡ് അപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഷപ്പ് D2 കളിക്കുന്നു. ഇനിയുള്ള ത്രെട്ട് C4 ആണ്, ഈ ഒരു ക്യൂവിലേക്ക് പണി കൊടുക്കാൻ. അതുകൊണ്ട് ക്യൂൻ തിരികെ പോകുന്നു. ക്യൂൻ C2 B5 അപ്പോൾ ഒരാൾ ഇവിടെ ക്യൂൻ സൈഡ് അറ്റാക്ക് തുടങ്ങുന്നു, ഒരാൾ ഇവിടെ കിങ് സൈഡ് അറ്റാക്ക്. എന്തായാലും ക്യൂൻ സൈഡ് കാസ്റ്റ് ചെയ്യുന്നു. ഈ കിങ് ഇപ്പോൾ ഇവിടെ കാര്യം ഇത്രയും പോൺസ് ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ കിങ് വളരെയധികം സേഫാണ്. F5 കളിച്ച് ഇവിടെ പൊസിഷൻ ക്ലോസ് ചെയ്ത് കളയാണ്. കാരണം ഇത് കളിച്ചില്ലെങ്കിൽ ഈ ക്യൂന് ഇവിടേക്കൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് F5 കളിക്കുന്നത്. നൈറ്റ് G5 ഗെയിമിൻ്റെ ആദ്യത്തെ കിടിലൻ മൂവ്. നൈറ്റ് G5 കളിച്ചത് ഇവിടെ മോറോർലെസ് ഫോഴ്സ് ചെയ്യുകയാണ് ഒരു മൂവ്. ഈ റൂക്കിന് പോകാനുള്ള സ്ക്വയറുകളൊന്ന് നോക്കുക. ഇപ്പോൾ ഈ ഒരു പോണിലേക്കും കൂടെയാണ് അറ്റാക്ക്. ഈ ഒരു നൈറ്റ് വെച്ച് റൂക്കിലേക്കും പോണിലേക്കുമാണ് അറ്റാക്ക്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. റൂക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ E6 വീഴുകയും ചെയ്യും, റൂക്കിലേക്കും ക്യൂനിലേക്കും അറ്റാക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ നൈറ്റിനെ എന്തായാലും എടുക്കേണ്ടി വരേണ്ട അവസ്ഥയാണ് ഇവിടെ. പോൺ വെച്ച് എടുക്കണു, ഇവിടെ പോൺ വെച്ച് എടുത്തു. അപ്പോൾ ഒരു പീസ് കൊടുത്തു, ഒരു എക്സ്ചേഞ്ച് കൊടുത്ത പോലെ ഇവിടെ ഈ ഒരു നൈറ്റിനെ ഇവിടെ വെറുതെ കൊടുത്ത പോലും ഇതിൻ്റെ കോമ്പൻസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രണ്ട് പോൺസ് നിങ്ങളൊരു എൻജിനിലൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പറയും ഓക്കെ ബ്ലാക്ക് കുറച്ച് ബെറ്റർ ആണ്. പക്ഷെ നമ്മൾ കളിക്കുന്നത് ഇവിടെ എൻജിൻ്റെ കൂടെയല്ല, ഒരു ഹ്യൂമൻ്റെ എതിരെയാണ് ഇവിടെ കളിക്കുന്നത്. ഈ രണ്ട് പോൺസ് എങ്ങനെയാണ് മാജിക് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് നോക്കാം. പോൺ വെച്ച് എടുക്കുന്നു, പോൺ വെച്ച് തിരികെ എടുക്കുന്നു. നൈറ്റ് ഇവിടെ B6 കളിക്കുന്നു. കാര്യം ഇപ്പോൾ ഇതിൽ ഇതുപോലെയൊക്കെ നൈറ്റ് വെച്ച് ഇതിനൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യൂവിന് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല, ക്യൂൻ വെറുതെ പോകും. നൈറ്റ് B6 ഇതിൻ്റെ ഐഡിയ എന്താണ്? നൈറ്റിന് C4 കൊണ്ടുവന്ന് നല്ലൊരു സെൻട്രൽ സ്ക്വയർ കൊണ്ടുവരിക. G6 അപ്പോൾ റൂക്കിലേക്കാണ് അറ്റാക്ക്. റൂക്ക് തിരികെ പോകുന്നു. H6 അപ്പോൾ രണ്ട് ഫയൽസും തുറന്ന് ഈ രണ്ട് പോൺസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. ബിഷപ്പ് ഈ ഒരു സ്ക്വയറൊക്കെ കൺട്രോൾ ചെയ്യുന്നു. നൈറ്റിനെ ഇവിടെ C4 കളിക്കുന്നു. ഓഫ് കോഴ്സ് ഇപ്പോൾ ഈ പോൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ വെറുതെ ബിഷപ്പ് വെച്ച് എടുക്കും. പിന്നെ ഇവിടെ റൂക്കൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റിനെ ഇവിടെ F4 കൊണ്ടുവരും. നൈറ്റ് H5 നൈറ്റ് F6 ചെക്കൊക്കെ വന്നിട്ട് വൈറ്റ് കംപ്ലീറ്റ്ലി വിന്നിങ് ആവും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ നേരിട്ട് ആ പോണിനെ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നൈറ്റ് C4 കളിക്കുന്നു. ഇവിടെ വൈറ്റ് കളിക്കുന്നു. കിങ് B1 അപ്പോൾ വേറൊന്നുമല്ല, ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴുള്ള ചെക്സ് ഒന്നും വേണ്ടാന്ന് വെച്ച് കിങ് B1. കിങ് ഇവിടെ വളരെ സേഫാണ്. F4 ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു മൂവാണ്. ഈ ഒരു പോൺ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ ഐഡിയ
അപ്പോൾ ഈ റൂക്കിന് F5 വന്നിട്ട് ഈ ഒരു ക്യൂവിന് ഒരു തടയിടാൻ, ഇതാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഐഡിയ. അവർ പോൺ കൊടുത്താലും റൂക്കിന് F5 കൊണ്ടുവരാന്നുള്ള ഐഡിയയിൽ എന്തായാലും ബിഷപ്പ് വെച്ച് പോണിനെ എടുക്കുന്നു, ഇവിടെ പോൺ വെച്ച് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ബിഷപ്പ് വെച്ച് എടുത്തു കഴിയുമ്പോൾ കാര്യം റൂക്കിലേക്ക് അറ്റാക്ക് ആണെങ്കിലും റൂക്കിന് ഈ ഒരു പൊസിഷനിൽ ആ F4 കളിച്ചതോടെ ഈ ഒരു സ്ക്വയർ ഇവിടെ കൺട്രോൾ ചെയ്ത് റൂക്ക് F5 വരാൻ പറ്റി. പക്ഷെ പ്രശ്നം ഒന്നും സോൾവ് ആവുന്നില്ല, വൈറ്റ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. റൂക്ക് H3. അപ്പോൾ ഇനി ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. റൂക്കിന് ഇങ്ങനെ ഒരു ഓപ്പൺ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ കാര്യം ഏകദേശം തീരുമാനമാവും. ക്യൂവിനെ A5 കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ കാണുമ്പോൾ കുറച്ച് പേടിയാവും, കാരണം നൈറ്റ് B4 വരുന്നു, ഒരുപാട് ത്രെഡ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിനെ എങ്ങനെ വൈറ്റ് ഫേസ് ചെയ്യുന്നു? ക്യൂവിനെ ഇവിടെ തൽക്കാലം ഇവിടെ C1 കളിക്കുന്നു. എന്താണ് ഐഡിയ എന്ന് നോക്കാം. ബിഷപ്പ് D7 കളിക്കുന്നു. അപ്പോൾ ഈ ബിഷപ്പ് D7 വരെ നിങ്ങൾ ആലോചിക്കും, ഓക്കെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നേരെ മേറ്റിംഗ് അറ്റാക്ക് അല്ലേ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് അല്ലേ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം വെറുതെ നൈറ്റ് C3 കളിച്ചാൽ മതി. ഇനി ഈ പോണിനെ തൊടാൻ പറ്റൂല, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ള ഈ റൂക്കുകളും ക്യൂവിനും തമ്മിൽ കണക്ട് ചെയ്തിട്ട് G4 വന്നിട്ട് കംപ്ലീറ്റ്ലി ഇവിടെ വൈറ്റിനാണ് അറ്റാക്ക്. ഇവിടെ കിങ് ആണെങ്കിൽ പെട്ടെന്ന് ചെക്ക് മേറ്റിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റിന് നേരെ B4 കളിക്കുന്നതിന് വരും ബിഷപ്പ് D7 കളിക്കുന്നത്. G4 വരുന്നു പണി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ റൂക്കിന് ഇവിടേക്ക് പോകാൻ പറ്റില്ല, ഇവിടേക്കൊന്നും പോകാൻ പറ്റില്ല, ഇവിടേക്കും വരാൻ പറ്റില്ല, ഇവിടെയും വരാൻ പറ്റില്ല. പക്ഷെ വേണമെങ്കിൽ F2 പോവാം, റൂക്ക് F2 വേണമെങ്കിൽ പോവാം. പക്ഷെ ഇവിടെ ആ ഒരു ആദ്യത്തെ നൈറ്റ് ഇവിടെ വൈറ്റ് ഇവിടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ പൊസിഷനിന് ഒരു കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൂക്ക് ടേക്സ് ബിഷപ്പ് കളിക്കണം. വേണമെങ്കിൽ റൂക്ക് F2 കളിക്കാമായിരുന്നു, പക്ഷേ ഈ ഒരു പീസ് തിരികെ എടുത്ത് കുറച്ച് കൗണ്ടർ പ്ലേ കിട്ടാനാണ് അവിടെ ബ്ലാക്ക് വെക്കുന്നത്. പക്ഷെ റൂക്ക് വെറുതെ വെട്ടിയെടുക്കുന്നു. ബിഷപ്പിനെ ഇവിടെ E8 കളിക്കുന്നു. ഇത് നടത്തില്ലെങ്കിൽ ഇവിടെ റൂക്ക് F7 വരും. ഈ ഒരു റൂക്ക് G7 ചെക്കൊക്കെ താങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ടാണ് ബിഷപ്പിനെ E8 കളിക്കുന്നത്. G7. ഇനിയുള്ള ത്രെട്ട് എന്താണ്? റൂക്ക് F8 ചെക്ക്. അപ്പോൾ ബിഷപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോൺ വെച്ചെടുത്ത് ക്യൂനായിട്ട് പ്രൊമോട്ട് ചെയ്തൊരു ബ്രില്യൻ മേറ്റിംഗ് അറ്റാക്ക് ആവും. അപ്പോൾ ബിഷപ്പിനെ ഇവിടെ G6 കളിക്കണം. അപ്പോൾ എന്താണ് കാര്യം? ഈ റൂക്ക് ഇവിടെ ഗാർഡഡ് ആണ്. കിങ് ഇവിടേക്ക് മാറുന്നു, കാരണം ബിഷപ്പ് G6 ചെക്കാണ്. ഇപ്പോൾ കിങ് ഇവിടെ A1 മാറുന്നു. ഇവിടെ കളിക്കുകയാണ് നൈറ്റ് B4. അപ്പോൾ ഓൾറെഡി ഭയങ്കര സ്കെയറിയാണ്. ഈ ഒരു ക്യൂനും നൈറ്റും എല്ലാം കൂടെ ചെക്ക് മേറ്റ് ത്രെട്ടൻ ചെയ്യാണ്. എന്ത് ചെയ്യും? A3 കളിക്കുന്നു. അപ്പോൾ ഇതിന് പകരം വേറൊരു മൂവ് കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് C3 കളിച്ച് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കി എന്താണ് കുഴപ്പം? ഇവിടെ ഒരു കിടിലൻ കോമ്പിനേഷൻ ഉണ്ട്. ഇവിടെ നൈറ്റ് C2 ചെക്ക്, കിങ് മാറുന്നു, നൈറ്റ് ടേക്സ് D4 ചെക്ക്. അപ്പോൾ ഓൾറെഡി ഒരുപാട് ഡിസ്കവേർഡ് ചെക്സ് ഇവിടെ വരികയും ചെയ്യും. ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിങ് ആവും. അപ്പോൾ ഈ പൊസിഷനിലേക്ക് എന്തായാലും പോകാൻ റെഡിയല്ല. അപ്പോൾ അതിന് പകരമാണ് ഈ ഒരു നൈറ്റ് C3 പകരം A3 ആണ് കളിക്കുന്നത്, ഈ നൈറ്റിനെ ഓടിക്കാൻ. നൈറ്റിന് ഇപ്പോൾ തൽക്കാലം ഓടേണ്ട ആവശ്യമില്ല, കാരണം ഈ പിന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ ബ്ലാക്ക് പ്ലെയർ ഒരു ഫോഴ്സ്ഫുൾ കോമ്പിനേഷൻ നൈറ്റ് C2 ചെക്ക് ഇവിടെ ഫോഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളാണ് ഈ പൊസിഷൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളാണെങ്കിൽ ഈ പൊസിഷനിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാം. നിങ്ങൾ കിങ് ഇവിടെ A2 കളിക്കുമോ? ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് B4 ചെക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? കിങ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും റെപ്പറ്റേഷൻ ആവും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബിഷപ്പ് അവിടെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? കിങ് ഇവിടേക്ക് വന്നാലോ ഓക്കെ, എനിക്ക് പെർഫെക്ച്വൽ വേണ്ട, അല്ലാതെ രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ ക്യൂൻ A4 ചെക്ക്, കിങ് മാറിക്കഴിയുമ്പോൾ നൈറ്റ് A2 ഒരു മനോഹരമായ ചെക്ക് മേറ്റ് ആണ്. കിങ്ങിന് പോകാൻ വേറെ സ്ക്വയർ ഒന്നുമില്ല, എല്ലാം ഇവിടെ ബ്ലാക്കിൻ്റെ പരിധിയിലാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയിരിക്കും ജയിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ റെപ്പറ്റേഷൻ അലോ ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെക്ക് വെച്ചുകൊണ്ടിരിക്കും, കിങ് മുകളിൽ കയറും, വീണ്ടും ചെക്ക് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഡ്രോ ആയിപ്പോകും. പക്ഷേ ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയറിന് എനിക്ക് ഡ്രോ വേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നു. എന്ത് മൂവാണ് കളിക്കുന്നത്? ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നതിന് വരെ എന്താണ് ഇപ്പോൾ കളിക്കാൻ പറ്റുക? A3 മൂവിന് ശേഷം നൈറ്റ് C2 ചെക്ക്. ഇനിയാണ് വരുന്നത് ക്യൂൻ ടേക്ക് C2. എനിക്ക് ഡ്രോ വേണ്ട, എനിക്ക് അല്ലാതെ അറ്റാക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു ക്യൂവിനെ അങ്ങ് കൊടുക്കുന്നു. ബിഷപ്പ് വെച്ച് വെട്ടിയെടുക്കുന്നു. ഇനി എന്താണ് ത്രെട്ട്? റൂക്ക് തമ്മിൽ രണ്ടുപേരെയും കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു എൻജിനിലൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് ബെറ്റർ ആണെന്ന് കാണിക്കും. പക്ഷെ കറക്റ്റായിട്ട് കളിച്ചില്ലെങ്കിൽ ഇവിടെ ഡിഫെൻസ് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെ ബ്ലാക്ക് പ്ലെയർ കളിക്കുന്നത് ബിഷപ്പ് F5 ആണ്. കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി ഒരുപാട് ത്രെഡ്സ് ഉണ്ട്, റൂക്ക് F8 ചെക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെട്ടി അവസാനം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേറെ എന്തെങ്കിലും ഒരു മൂവ് കളിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ റൂക്ക് B8 റാൻഡം മൂവ് കളിക്കുകയെന്ന് വയ്ക്കുക. ഇവിടെ ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആണ്, റൂക്ക് F8 ചെക്കാണ്. ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്രൊമോട്ട് ചെയ്യും. റൂക്ക് വെച്ച് വെട്ടിക്കഴിഞ്ഞാലോ? റൂക്കിൻ്റെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റൂക്കിൻ്റെ F8 ചെക്ക്, കിങ് ഇവിടെ ബിഷപ്പ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇതും എന്താണ്? ഈസിലി വിന്നിങ് ആണ്.
ഇവിടെ ജി ഇൻറ്റു F8 ക്യൂൻ വരും. അപ്പോൾ ഇനി എന്താണ് കിങ് H7 ക്യൂൻ G7 ചെക്ക്മേറ്റ് ആയി പോകും. അപ്പോൾ ഈ ലൈൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബ്ലാക്ക് കളിക്കേണ്ട ബെസ്റ്റ് മൂവ്, ഒരു എഞ്ചിന് മാത്രം കാണാവുന്ന ഒരു മൂവാണ് കിങ് ടു H7. സർപ്രൈസിംഗ്ലി ഇവിടെ വൈറ്റിന് ഒന്നും ചെയ്യാനില്ല. ഇവിടെ വൈറ്റ് എന്ത് തന്നെ കളിച്ചാലും ഇവിടെ ഇതിൻ്റെ ആദ്യത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്ക് ഇവിടെ ഉണ്ടാവില്ല കിങ് ഇവിടെ ഉള്ളപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ റൂക്ക് F8 ഇവിടെ കളിച്ചു കഴിഞ്ഞാലുള്ള കാര്യം വെറുതെ റൂക്കിൻ്റെ വെട്ടും. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ എന്ത് ചെയ്താലും ഇപ്പം എന്താ പറയുക, ഇപ്പോൾ റൂക്ക് ഇൻറ്റു വെട്ടി, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? ഇവിടെ കളിക്കാവുന്ന ഒരു മൂവ് ഉണ്ട്, ക്യൂൻ E1 ചെക്ക്. അപ്പോൾ ഇവിടെ ബിഷപ്പ് തന്നെ അല്ലെങ്കിൽ നൈറ്റ് തന്നെ എന്ത് വന്നാലും ഇവിടെ പ്രശ്നമാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ ചെക്ക്മേറ്റ്, കിങ് A2 വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെ ചെക്ക്മേറ്റ് സംഭവിക്കും. ഒന്നാടെ കാണിച്ചു തരാം, ഇങ്ങനെ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ അതുള്ളതുകൊണ്ട് അത് പറ്റില്ല. ഇനി ബിഷപ്പ് വെച്ചോ നൈറ്റ് വെച്ചോ, ഉദാഹരണത്തിന് നൈറ്റ് വെച്ചാണ് മറക്കുന്നത് വെച്ചോ, ഇങ്ങനെ ഉള്ളപ്പോഴും വെറുതെ ഇതിനങ്ങ് വെട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ക്യൂനാക്കിയിട്ടൊന്നും കാര്യമില്ല, കാരണം എന്താണ്, ഈ ഒരു നൈറ്റും വീഴും, മനോഹരമായൊരു ചെക്ക്മേറ്റിംഗ് അറ്റാക്ക്. അപ്പോൾ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് ഈ ഒരു മൂവിന് ശേഷം. അപ്പോൾ ഇതുപോലത്തെ ഒരു കിങ് H7 എന്നുള്ള മൂവ് കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഗെയിമിൽ ബിഷപ്പിന് F5 കളിക്കുന്നത്, റൂക്കിൻ്റെ ഈ ഒരു ഫയൽ അടച്ചു കളയാനാണ്. കാര്യമൊന്നുമില്ല, വെറുതെ പോൺ വെച്ച് വെട്ടുന്നു. ബിഷപ്പ് A3 കളിച്ച് കുറച്ച് കൗണ്ടർ പ്ലേ കളിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ചെക്ക് ഫോഴ്സ് ചെയ്ത് പെർഫെക്റ്റിൽ നോക്കാനാണ് ബ്ലാക്ക് നോക്കുന്നത്. പോൺ വെച്ചെടുക്കുന്നു, നൈറ്റ് വെച്ച് വെട്ടിയെടുക്കുന്നു. പോൺ ടേക്സ് ഇവിടെ E6 കളിക്കുന്നു. അപ്പോൾ വീണ്ടും റൂക്കിൻ്റെ ഫയൽ ഇവിടെ ഓപ്പൺ അപ്പ് ആണ്. നൈറ്റ് C4 ചെക്കാണ്, കിങ് മാറുന്നു. കിങ് ഇവിടെ H7 കളിക്കുന്നു. അപ്പോൾ ഇത് കളിച്ചില്ലെങ്കിൽ ഓൾറെഡി റൂക്ക് F8 ഒക്കെ ഉണ്ട്, പക്ഷെ ഓൾറെഡി ഒരുപാട് ലേറ്റായി. റൂക്കിനെ ഇവിടെ H1 കളിക്കുക. അപ്പോൾ ഇനി ബിഷപ്പിന് ഇവിടെ ഇപ്പോൾ എന്ത് ചെക്ക് വന്നാലും വന്ന് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിസ്കവേർഡ് ചെക്ക് വരും. പ്രതീക്ഷിക്കുന്ന പോലെ ക്യൂൻ B4 ചെക്ക്, കിങ് മാറുന്നു. ക്യൂൻ ഇവിടെ B2 ചെക്ക്. അപ്പോൾ ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ആ സ്ക്വയറിലോട്ട് വരാൻ പറ്റില്ല. കിങ് മാറുന്നു, വീണ്ടും ചെക്ക്. ബിഷപ്പ് C1, ബിഷപ്പ് തിരികെ വരികയും ചെയ്തു. ഈ റൂക്ക് വെച്ച് ഈ കിങ്ങിലേക്ക് അറ്റാക്കുമാണ്. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് എല്ലാം തീരുമാനമായി, കിങ് മാറി. അപ്പോൾ ഇനിയുള്ള ഫിനിഷിംഗ് ബ്ലോ വളരെ എളുപ്പമാണ്, റൂക്ക് G3. അപ്പോൾ ഈ പോണിനെ ഗാർഡ് ചെയ്യുക മാത്രമല്ല റൂക്ക് H8 ഇതുപോലത്തെ ഒരു ചെക്ക് മേറ്റിംഗ് കൂടെയാണ്. അപ്പോൾ ഈ സ്ക്വയർ കൺട്രോൾഡ് ആണ്, ഈ സ്ക്വയർ ഈ പോണും കൺട്രോൾഡ് ആണ്. അപ്പോൾ ഈ പൊസിഷനിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, ചെക്കുകൾ പോലും ഇല്ല ഇവിടെ പ്രത്യക്ഷത്തിൽ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റൂക്ക് ഇവിടെ ഉണ്ട്, ക്യൂൻ വെച്ചുള്ള വലിയ ചെക്കുകളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? നൈറ്റ് B2 ചെക്ക്, കിങ് D2, നൈറ്റ് C4 ചെക്ക്, കിങ് ജസ്റ്റ് ഇവിടെ പോകുന്നു. ഇപ്പോൾ ഈ ഒരു ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല, കാരണം എന്താണ്, നൈറ്റ്. അപ്പോൾ എല്ലാം വെൽ കോർഡിനേറ്റഡ് ആണ്. ക്യൂൻ B4 ചെക്ക്, നൈറ്റ് C3. നൈറ്റ് C3 കളിച്ചതോടെ ഈ നൈറ്റിനെ വെട്ടാൻ പറ്റില്ല. ഇനിയുള്ള റൂക്ക് H8 ചെക്ക്. ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു റാൻഡം കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് H8 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് എന്ത് കളിച്ചിട്ട് ഇവിടെ കാര്യമില്ല, വേണമെങ്കിൽ ക്യൂവിനെ സാക്രിഫൈസ് ചെയ്യാന്നേ ഉള്ളൂ, എന്ത് കളിച്ചാലും ഇവിടെ മേറ്റ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ തകർപ്പൻ ഗെയിം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.